അതിശയമേ എന്നേശു മഹേശൻ വഴി നടത്തും ഓരോ നിമിഷവും അതിശയമായി എന്നേശു മഹേശൻ വഴി നടത്തും ഓരോ നിമിഷവും അതിശയമായി കൂരിരുൾ മൂടും താഴ്വരയിൽ ഭീതിയില്ലാതെന്നെ നടത്തിയിടും ക്ഷീണിതയായി ഞാൻ ഉഴലുമ്പോൾ ബലമെനിക്കേകിടുമേ കൂരിരുൾ മൂടും താഴ്വരയിൽ ഭീതിയില്ലാതെന്നെ നടത്തിയിടും ക്ഷീണിതയായി ഞാൻ ഉഴലുമ്പോൾ ബലമെനിക്കേകിടുമേ ജീവിതപാതയിലൂടെ ജീവിതയാത്രയിലെന്നെ ജീവനും ശക്തിയുമേകി എന്നും നടത്തിടും അതിശയമായി ജീവിതപാതയിലൂടെ ജീവിതയാത്രയിലെന്നെ ജീവനും ശക്തിയുമേകി എന്നും നടത്തിടും അതിശയമായി എത്ര അതിശയം അതിശയമേ വഴി നടത്തുന്നത് അതിശയമേ എന്നേശു മഹേശൻ വഴി നടത്തും ഓരോ നിമിഷവും അതിശയമായി എന്നേശു മഹേശൻ വഴി നടത്തും ഓരോ നിമിഷവും അതിശയമായി ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 13 മുതലുള്ളതായ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരുണയുള്ള കർത്താവ് എനിക്കൊരു ബോധ്യം തന്നിരിക്കുകയാണ്. ഇനി അധികം കാലമില്ലെന്ന്, ഞാൻ ഇനി അധികം പഴക്കമില്ലെന്ന്, അധികം താമസമില്ലെന്ന്, അധികം കഴിയാതെ ഞാനും കടന്നു പോകുമെന്ന്, എന്നെ ക്രൂശിക്കുമെന്ന്, എന്നെ ഈ ഭൂമിയിൽ നിന്ന് അടർത്തിക്കളയുമെന്ന്, മാറ്റിക്കളയുമെന്ന് എനിക്കങ്ങനെ കർത്താവ് ഒരു ബോധം തന്നിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരാശയുണ്ട്. എൻ്റെ ആശ, ഞാൻ മഹിമ കണ്ട സാക്ഷിയല്ലേ? ഈ മഹിമ കണ്ട സാക്ഷിയായി എനിക്ക് ഈ മഹിമ അനേകരെന്നും കാണത്തക്കവണ്ണം തലമുറകളിലേക്ക് ഈ മഹിമയുടെ സമാധാനവും ശാന്തിയും പകരണമെന്നെനിക്കൊരു കൊതിയുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ മഹിമയുടെ സാക്ഷ്യം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണമെന്നെനിക്കൊരാഗ്രഹം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ, ഈ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു. ഈ കൂടാരം, ഈ ശരീരം അധികം താമസമില്ലെന്ന് തോന്നുന്നു. കർത്താവ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. എനിക്കങ്ങനെയാണ് കർത്താവ് ഒരു ബോധം തന്നിരിക്കുന്നത്. ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ത് സമാധാനത്തോടെയാണ് പറയുന്നത്. ഈ കൂടാരം പൊളിഞ്ഞു പോകുന്നു, മരണം അടുത്തിരിക്കുന്നു, എന്നെ പീഡിപ്പിക്കും, എന്നെ കൊല്ലും, എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയും. അതേ നീറോ കൈസറുടെ പടയാളികൾ എന്നെ കൊല്ലും, റോമൻ പടയാളികൾ എന്നെ നശിപ്പിക്കും, യഹൂദമത മേധാവികൾ, യെരൂശലേം ദേവാലയത്തിലെ ഉന്നതന്മാരായ ആളുകൾ എന്നെ ഒറ്റിക്കൊടുക്കും, എന്നെ തള്ളിക്കളയും, എന്നെ കൊന്നുകളയും. എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ എനിക്ക് ആ അറിവ് കിട്ടി.
അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം, ഞാനിപ്പോൾ ഈ ശരീരത്തിലിരിക്കുകയല്ലേ, ഈ ശരീരത്തിലിരിക്കുന്നിടത്തോളം, ഈ ഭൂമിയിൽ ആയുസ് ഉള്ളിടത്തോളം, ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം കാലം, ആയുസ്സുള്ള കാലം മുഴുവൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ ഞാൻ ഉത്സാഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കും, നിങ്ങളെ ഞാൻ ഉണർത്തും. ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ തന്ന ഈ സാക്ഷ്യമുണ്ടല്ലോ, മഹിമ കണ്ട സാക്ഷ്യം, മഹിമ കണ്ട സാക്ഷിയുടെ സാക്ഷ്യം, അത് നിങ്ങൾ ഓർത്തുകൊള്ളണം കേട്ടോ. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാനങ്ങ് മാറിപ്പോകും. എൻ്റെ ശുശ്രൂഷ തീർന്നാൽ കർത്താവ് എന്നെ അങ്ങോട്ട് എടുക്കും. കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് എന്നെ സ്വീകരിക്കും. പക്ഷേ ഞാൻ സാക്ഷിച്ച ഒരു മഹത്വത്തിൻ്റെ ഉടയവനുണ്ട്. അവൻ മാറ്റമില്ല, അവന് മാറ്റമില്ല. അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അവൻ നിത്യനായി ജീവിക്കുന്നവനാണ്. ഹി ഈസ് ദ ബിഗിനിംഗ്ലെസ് ബിഗിനിങ് ആൻഡ് ദ എൻഡ്ലെസ് എൻഡ്. അവൻ അൽഫയും ഓമേഗയുമാകുന്നു. അവൻ ഒന്നാമൻ ഒടുക്കത്തവനുമാകുന്നു. അവൻ ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാകുന്നു. അവൻ അൽഫയും ഓമേഗയും ഒന്നാമൻ ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഒന്നാമനും ഒടുവിലത്തേവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ മാറ്റമില്ലാത്തവനാകുന്നു. അവന് ഈ ഭൂമിയിൽ എക്കാലത്തും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ സർവ്വലോകത്തിൻ്റെയും അധിപതിയാകുന്നു. അവൻ ജഗന്നിയന്താവാകുന്നു. അവൻ ആകാശഗോളങ്ങളെ മെനഞ്ഞവനാകുന്നു. അവൻ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു. ഓരോ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും അതാതിൻ്റെ നിലയ്ക്ക് അതാതിൻ്റെ സ്ഥാനത്ത് നിർത്തിയവനാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവന് മാറ്റമില്ല. ഞാൻ മാറും, ഞാനങ്ങ് പോകും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൂടാരം പൊളിയും. പക്ഷേ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തണം. എന്താണത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. സ്തോത്രം. നിങ്ങളത് എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. എനിക്കത് വലിയ ആഗ്രഹമാണ്. നിങ്ങൾ മറക്കരുത്, എപ്പോഴും ഓർത്തുകൊള്ളണം. കാരണം ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. മഹത്വം കണ്ടവരാണ്. സ്വർഗീയ മഹത്വം, സ്വർഗീയ തേജസ് ഞങ്ങൾ നേരിട്ട് കണ്ടവരാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, സാധു സുന്ദർ സിംഗ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. സാധു സുന്ദർ സിംഗ് ഈ 20-ാം നൂറ്റാണ്ടിലെ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന സാധു സുന്ദർ സിംഗ് ഒരു സിഖ് ബ്രാഹ്മണ യുവാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. സിഖ് ബ്രാഹ്മണ യുവാവ്. എന്നാൽ ആ യുവാവ് യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടു. ഉയർത്തെഴുന്നേറ്റ് മിശിഹായെ നേരിട്ട് കണ്ടു. കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ അക്കാര്യം നിങ്ങളുടെ അടുക്കൽ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട അനുഭവം. അത് കഴിഞ്ഞു ഈ സാധു സുന്ദർ സിംഗ് വീട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. ഈ യുവാവിനെ അവിടെ നിന്ന് അച്ഛനൊരു മജിസ്ട്രേറ്റാണ്, അച്ഛൻ അവനെ ഇറക്കി വിട്ടു. പാവം അമ്മ കരഞ്ഞു. അമ്മയ്ക്ക് ഈ മോനെ വിടാൻ മനസ്സില്ല, പക്ഷേ അമ്മ കരഞ്ഞു. സുന്ദർ സിംഗ് ചെന്ന് ഒരു മിഷണറി സംഘത്തിലെത്തി. വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ വന്ന് സുവിശേഷ വേല ചെയ്യാൻ താമസിക്കുന്ന മിഷണറിമാർ താമസിക്കുന്ന അവരുടെ ഒരു താമസ സ്ഥലത്തെത്തി. അവിടെ സുന്ദർ സിംഗിന് അവർ അഭയം കൊടുത്തു. സുന്ദർ സിംഗ് അവിടെ താമസിച്ചു. കുറച്ച് നാൾ താമസിച്ച് കഴിഞ്ഞപ്പോൾ സുന്ദർ സിംഗ് തോന്നി, ഈ മിഷണറിമാരുടെ ജീവിതം കണ്ടപ്പോൾ, സുവിശേഷകന്മാരുടെ ജീവിതം കണ്ടപ്പോൾ, സുവിശേഷ വേല ചെയ്യുന്നവരുടെ ജീവിതം കണ്ടപ്പോൾ സുന്ദർ സിംഗിന് തോന്നി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാലോ എന്ന്. പണ്ടത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാലോ എന്ന് തോന്നിപ്പോയി. കാരണം സുവിശേഷം പറയാൻ വന്നവരുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ മഹിമ കാണുന്നില്ല. സുവിശേഷം പറയാൻ വന്നവരുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ തേജസ് കാണുന്നില്ല. സുന്ദർ സിംഗിന് നിരാശ. അയ്യോ, പോരണ്ടായിരുന്നു, തിരിച്ചു പോയി കളയാം, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം. മിഷണറിമാരുടെ ജീവിതം കണ്ടപ്പോൾ പഴയ ജീവിതത്തിലേക്ക് പോവുകയല്ലേ ഭേദം തോന്നിപ്പോയി. സുന്ദർ സിംഗ് പറയുകയാണ്, പക്ഷേ ഞാൻ പോയില്ല. കാരണം ഞാൻ നേരിട്ട് കണ്ടുപോയി യേശുവിനെ. ഞാൻ നേരിട്ട് കണ്ടുപോയി, മഹിമ കണ്ട സാക്ഷിയായി. ഞാൻ നേരിട്ട് കണ്ടുപോയി, എന്നോട് നേരിട്ട് സംസാരിച്ചു യേശു ക്രിസ്തു. എനിക്ക് വ്യക്തിപരമായി നേരിട്ടുള്ള
ആ ബന്ധം കിട്ടിയില്ലായിരുന്നെങ്കിൽ, നേരിട്ടുള്ള അനുഭവം എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയേനെ. സഹോദരങ്ങളെ, സുനിൽ സിംഗ് പറഞ്ഞത് ഇന്നത്തെ ക്രൈസ്തവ ലോകം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. അനേകരുടെ ജീവിതത്തിൽ മഹിമ കണ്ട സാക്ഷ്യം വഹിപ്പാൻ വകയില്ലാത്തവരായി ചുണ്ടിൽ മാത്രം സുവിശേഷം, ജീവിതത്തിൽ സുവിശേഷമില്ല. വാക്കുകളിൽ മാത്രം സുവിശേഷം, ജീവിതത്തിൽ സുവിശേഷമില്ല. സുവിശേഷകന്മാർ ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? സാക്ഷ്യം പറയുന്നവരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? ദൈവവൈതലേ, നിന്നോട് പറയട്ടെ, നിൻ്റെ ജീവിതം, നിൻ്റെ ഓരോ ദൈനംദിന ജീവിതം, ഓരോ ദിവസവുമുള്ള ജീവിതം അത് സത്യസാക്ഷ്യം വഹിക്കുന്നതായി തീരട്ടെ. നീ പ്രവർത്തിക്കുന്ന രംഗത്ത്, അത് പറമ്പിലെ പണിയാണെങ്കിലും, അത് പാടത്തെ കൃഷിനിലത്തെ പണിയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, അല്ല അത് ഓഫീസിലെ ജോലിയാണെങ്കിലും, അല്ല അടുക്കള പണിയാണെങ്കിലും, നീ ഏതൊരു ജോലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൽ കൂടി സാക്ഷിക്കുക. അത് തലമുറകളിലേക്ക് പകരുന്ന മഹത്വത്തിൻ്റെ സാക്ഷ്യമായി തീരും. തലമുറകൾക്ക് അത് സ്വാധീനം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അത് എന്നെ നല്ലതുപോലെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. മലയാളം ബൈബിൾ വായിക്കുമ്പോൾ മുഴുവൻ അർത്ഥവും കിട്ടുകയില്ല. മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ്: സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, എൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? നമുക്കൊന്നും പിടികിട്ടുകയില്ല. എന്താണ് സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക എന്ന് പറഞ്ഞാൽ? എന്താ സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക? പിന്നെ എൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ, ലിവിങ് ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പാരഫ്രൈസ് കാണാം, അതിൻ്റെ ഒരു പരാവർത്തനം കാണാം. അതിന് ശരിയായ മനസ്സിലാക്കാൻ ഉതകുന്ന നല്ല ലളിതമായ ഇംഗ്ലീഷ് ഭാഷയിൽ അത് നമുക്ക് വായിക്കാൻ സാധിക്കും. റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഐ എം ഗോയിങ് ടു ഡു സെയ്സ് ദ ലോർഡ്. ദൈവം അരുളി ചെയ്യുന്നു, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഐ എം ഗോയിങ് ടു ഡു. ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കണ്ട കാര്യങ്ങളെല്ലാം നീ എഴുതി വയ്ക്കുക. റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഐ എം ഗോയിങ് ടു ഡു സെയ്സ് ദ ലോർഡ് ആൻഡ് സീൽ ഇറ്റ് അപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് വേണ്ടി അത് മുദ്ര ചെയ്ത് വയ്ക്കുക, മുദ്ര വെച്ച് വയ്ക്കുക. ഭാവിയിലേക്ക് അത് മുദ്രയിട്ട് വയ്ക്കുക. റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഐ എം ഗോയിങ് ടു ഡു സെയ്സ് ദ ലോർഡ് ആൻഡ് സീൽ ഇറ്റ് അപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിക്ക് വേണ്ടി അത് സീൽ ചെയ്ത് വയ്ക്കുക. എന്നിട്ടോ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തീർന്നില്ല. ഐ എൻട്രസ്റ്റ് ഇറ്റ് ടു സം godly men to pass on down to godly men of future generations. ഭാവി തലമുറകളിലെ ദൈവമനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അത് ദൈവമനുഷ്യരെ ഭരമേൽപ്പിക്കുക. ഈ മുദ്രയിട്ട് വെച്ച സാക്ഷ്യം, റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഐ എം ഗോയിങ് ടു ഡു സെയ്സ് ദ ലോർഡ് ആൻഡ് സീൽ ഇറ്റ് അപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഈ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് അത് ഭാവിക്ക് വേണ്ടി മുദ്രയിട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് എൻട്രസ്റ്റ് ഇറ്റ്, അത് ഭരമേൽപ്പിക്കണം. ആരെ? ടു സം ഗോഡ്ലി മെൻ, ദൈവീക മനുഷ്യരെ ഭരമേൽപ്പിക്കണം. എന്തിന്? ടു പാസ് ഓൺ ഡൗൺ ടു ഗോഡ്ലി മെൻ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറകളിലെ ദൈവമനുഷ്യരിലേക്ക് പാസ് ഓൺ ചെയ്യാനായിട്ട്, പകർന്നു കൊടുക്കാനായിട്ട് അത് മുദ്രയിട്ട് വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. ഭാവി തലമുറയിലെ ദൈവമനുഷ്യരിലേക്ക്, ദൈവം കണ്ട മക്കളിലേക്ക് പകർന്നു കൊടുക്കാനായി സാക്ഷ്യം മുദ്രയിട്ട് വയ്ക്കണം. ഭാവി തലമുറയ്ക്ക് പ്രയോജനം കിട്ടണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഭാവി തലമുറയ്ക്ക് സ്വാധീനം കൊടുക്കാൻ പോകുന്നതാണോ? നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. അപ്പൻ്റെ ജീവിതം മക്കളുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെയ്യുന്നതാണോ? അമ്മയുടെ ജീവിതം മക്കളുടെ ജീവിതത്തിൽ സ്വാധീനം ചെയ്യുന്നതാണോ? അമ്മയുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ അപ്പൻ്റെ പ്രാർത്ഥന, അമ്മയുടെ തിരുവചന ധ്യാനത്തിനുള്ള കൗതുകം, ആഗ്രഹം, അമ്മയുടെ തിരുവചനം കേൾക്കാനുള്ള കൊതി, മധുരം, അപ്പൻ്റെ വചനത്തോടുള്ള വിശ്വാസം, വചനത്തിന് വേണ്ടിയുള്ള ആർത്തി, വചനം കേൾക്കാനും വചനം കേൾപ്പിക്കാനുമുള്ള ആഗ്രഹം, ദാഹം, ഇങ്ങനെയുണ്ടോ എങ്കിലത് തലമുറകളിലേക്ക് പകരും. അപ്പൻ്റെ വിനയം, അപ്പൻ്റെ സൗമ്യത, അപ്പൻ്റെ ലാളിത്യം, അല്ല അമ്മയുടെയും മാതാപിതാക്കളുടെ ആ എളിമ, അവരുടെ സിംപ്ലിസിറ്റി, അവരുടെ ആ ലളിത ജീവിതം,
ദൈവത്തിന് സ്തോത്രം. അവരുടെ സഹനശക്തി, മാതാപിതാക്കളുടെ ത്യാഗമനോഭാവം, മാതാപിതാക്കൾക്ക് കഷ്ടത സഹിക്കാനുള്ള മനസ്സ്, മാതാപിതാക്കൾ ഏതൊരു പ്രശ്നം വന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് മറുപടി കിട്ടി എഴുന്നേൽക്കുമ്പോഴുള്ള മുഖത്തിൻ്റെ പ്രകാശം, ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അത് മക്കൾക്ക് വലിയ പാഠമായി തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ബൈബിളിൽ പഴയ നിയമത്തിലൊരു ഭാഗം ഓർക്കുന്നുണ്ട്. അത് എന്നെ നല്ലതുപോലെ സ്വാധീനം ചെയ്തൊരു വാക്യമാണ്. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന്, ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന് പറഞ്ഞത് ആരാണെന്നറിയാമോ? ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ ഒരു കൊച്ചുമോൻ പറഞ്ഞതാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞാൽ അബ്രഹാം പിതാവിൻ്റെ തറവാട്, അബ്രഹാം പിതാവിൻ്റെ കുടുംബം, അബ്രഹാം പിതാവിൻ്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ്. ഈ അബ്രഹാം പിതാവിൻ്റെ കൊച്ചുമോൻ ഈ യാക്കോബ് പറഞ്ഞതാണ്, ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന് യാക്കോബ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, യാക്കോബിന് അപ്പനായ ഇസ്ഹാക്കിൻ്റെയും അപ്പനായ അബ്രഹാം പിതാവ് പ്രാർത്ഥിക്കുന്നത് കേട്ട അനുഭവമുണ്ട്. പ്രാർത്ഥിച്ച് മറുപടി പ്രാപിക്കുന്ന അനുഭവമുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടാരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ശാന്തമായി തൻ്റെ അപ്പനായ ഗ്രാൻഡ് ഫാദർ അബ്രഹാം പിതാവ് കടന്നു പോകുന്നതും അവിടുന്ന് ഏങ്ങലടികൾ ഉയരുന്നതുമെല്ലാം യാക്കോബിന് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം സ്വർഗസ്ഥനായ പിതാവിൽ അർപ്പിച്ചുകൊണ്ട് അപ്പനായ ഗ്രാൻഡ് ഫാദറായ അബ്രഹാം പിതാവ് സമാധാനം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്നത് യാക്കോബിന് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഈ യാക്കോബിനെ മടിയിലിരുത്തിക്കൊണ്ട് അപ്പനായ ഗ്രാൻഡ് ഫാദർ അബ്രഹാം പിതാവ് പറഞ്ഞു കൊടുക്കാറുണ്ട്, പഴയ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെല്ലാം ഞാൻ ഭാവനയിൽ കാണും. എന്താണ് ഈ ഗ്രാൻഡ് ഫാദർ കൊച്ചുമോനോട് പറഞ്ഞു കൊടുക്കുന്നത്? മോനെ, നിൻ്റെ അപ്പനുണ്ടല്ലോ ഇസ്ഹാക്ക്, അയ്യോ അനുഗ്രഹിക്കപ്പെട്ടൊരു മോനാണ് കേട്ടോ. നിൻ്റെ അപ്പൻ ചെറിയ നിസ്സാരനല്ല. നിൻ്റെ അപ്പൻ ഞാൻ പറഞ്ഞത് അതുപോലെ കണ്ണടച്ചനുസരിച്ചവനാണ്. ഞാൻ അവനെ കൊല്ലാൻ തയ്യാറായപ്പോൾ യാഗം കഴിക്കാൻ അവനെ യാഗം കഴിക്കാനാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ കൈ നീട്ടി തന്നവനാണ് മോനെ. നിൻ്റെ അപ്പൻ ഇസ്ഹാക്കുണ്ടല്ലോ, അവൻ കൈ രണ്ടും നീട്ടി തന്നു, ഞാൻ എൻ്റെ കയ്യിൽ കെട്ടി ദൈവം വരാൻ കൽപ്പിച്ചതുകൊണ്ടാണ് മോനെ നീ കേൾക്ക്, കഥ കേൾക്ക്. മടിയിൽ കൊച്ചുമോനെ ഇരുത്തിക്കൊണ്ട് ഈ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ മോനെ, ഞാൻ നിൻ്റെ അപ്പനെ കൊല്ലാൻ വാളെടുത്തതാണ്, കത്തിയെടുത്ത് ഉയർത്തിയതാണ്, കൊല്ലാൻ തുടങ്ങിയതാണ്, കത്തി ഉയർത്തിയതാണ്. ഇതാ കണ്ണും പൂട്ടി അവിടെ യാഗപീഠത്തിൻ്റെ മുകളിൽ നിൻ്റെ അപ്പൻ ഇസ്ഹാക്ക് അവൻ കിടന്നതാണ് എൻ്റെ മോനെ. പക്ഷേ സ്വർഗത്തിലെ ദൈവം പെട്ടെന്ന് ഇടപെട്ടു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിൻ്റെ മോനെ തരാൻ നീ മടിച്ചില്ലല്ലോ, നിൻ്റെ വിശ്വാസം വലിയത്, നീ വലിയവനാകും, നിൻ്റെ ജാതി വലുതാകും, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ തരാൻ നീ മടിക്കാത്തത് കൊണ്ട് നീ അവനെ കൊല്ലണ്ട, കൊന്നിട്ട് ഉയർത്തെഴുന്നേറ്റവനെ പോലെ നീ തിരികെ പ്രാപിച്ചുള്ളൂ. മോനെ, അതെനിക്ക് മറക്കാൻ വയ്യ മോനെ. ഈ കൊച്ചുമോനപ്പൻ പറഞ്ഞു കൊടുക്കും, ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുക്കും, മോനെ എനിക്കത് മറക്കാൻ വയ്യ. എൻ്റെ മോനെ, ഞാൻ നിന്നോട് പറയട്ടെ ഒരു സംഭവം വന്ന്, അന്ന് ഞാൻ ഇസ്ഹാക്കിനെ ആ കയറെല്ലാം അഴിച്ച് കയ്യിൻ്റെ കെട്ടും കാലിൻ്റെ കെട്ടും മാറ്റി അവനെ മാറ്റി എഴുന്നേൽപ്പിച്ച് നിർത്തിക്കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴുണ്ട് പിറകിലൊരു ശബ്ദം, നോക്കിയപ്പോഴുണ്ട് ഒരാട്ടുകൊറ്റൻ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നു. എൻ്റെ മോനെ, ദൈവം കരുതിയതാണ്. ഞാൻ ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. ദൈവം കരുതുന്നു. ഗോഡ് കെയർസ്. ദൈവം കരുതുന്നവനാണ്. യഹോവ ഇരേ. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന് തന്നെത്താൻ ഏങ്ങലടിക്കുമ്പോൾ ഈ വാക്കുകൾ തലച്ചോറിൽ മാറ്റൊലിക്കൊള്ളുകയാണ്, തലച്ചോറിൽ നിറഞ്ഞു വരികയാണ്, ബുദ്ധിയിലും ഓർമ്മയിലും തെളിഞ്ഞു വരികയാണ്. എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന് ചോദിക്കുന്ന യാക്കോബിന് അപ്പനായ അബ്രഹാം പിതാവ് ഗോഡ് കെയേഴ്സ്, ദൈവം കരുതുന്നു എന്ന് പറഞ്ഞ വാക്ക്, യഹോവ ഇരേ എന്ന് പറഞ്ഞ വാക്ക്, ആ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ വാക്ക്, അത് കൊച്ചുമോൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കരുതുന്നൊരു ദൈവമുണ്ട്, കാക്കുന്നൊരു ദൈവമുണ്ട്, പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്, സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ താലോലിക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തലമുറകളിലേക്ക് നിങ്ങൾ സാക്ഷി
സാക്ഷ്യം പകരണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണ് പറഞ്ഞത്? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഞാൻ മരിക്കും, പക്ഷേ എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം, എൻ്റെ മരണത്തിൻ്റെ ശേഷം നിങ്ങൾ ഇക്കാര്യം മറക്കരുത്. ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കെട്ടുകഥകളെന്ന് പറഞ്ഞ ആളല്ല, ഞാൻ മഹത്വം കണ്ടതാണ്. യേശുവിൻ്റെ മഹിമ ഞാൻ കണ്ടതാണ്. യേശുവിൻ്റെ തേജസ് ഞാൻ കണ്ടതാണ്. കുരിശിന്മേൽ തൂങ്ങി മരിച്ച ആ യേശുവിൻ്റെ തേജസ്, കുരിശിന്മേൽ മരിക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിൻ്റെ തേജസ്, അത് എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിച്ചപ്പോഴാണ് മരണം അത് തൃണവൽഗണിക്കാൻ എനിക്ക് തോന്നിയത്. തലകീഴായി ക്രൂശിക്കപ്പെടാൻ എനിക്ക് മനസ്സ് തോന്നിയതിന് കാരണം അതാണ്. എൻ്റെ മോനെ, നിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിൻ്റെ അനന്തര തലമുറകളുടെ ജീവിതത്തിൽ ഈ മഹാഭാഗ്യം കൊടുക്കാൻ നിനക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മോളെ, നിൻ്റെ ജീവിതത്തിൽ അടുത്ത തലമുറയിലേക്ക് ഈ മഹാഭാഗ്യം പകരാൻ നിനക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഒടുവിലത്തെ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ, തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ തീമോത്തിയോസിനോട് പറയുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം, എൻ്റെ നിര്യാണകാലം അടുത്തു. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തു. എന്തൊരു ധൈര്യത്തോടെയാണ് പറയുന്നത്. ഇതാ, എന്നെ കഴുത്ത് വെട്ടിക്കൊല്ലും, കൈസറുടെ പടയാളികൾ എന്നെ കൊല്ലും. ഞാനിപ്പോൾ റോമൻ ജയിലിൽ കിടക്കുകയാണ്, റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. മോനെ തീമോത്തിയോസേ, നീ ഒന്ന് വേഗം വന്നാൽ കൊള്ളാം, നീ വരുമ്പോൾ ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ച് വന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മലിഖിതങ്ങളും നീ കൊണ്ടുവരണം. മോനെ, ശീതകാലം കഴിയുന്നതിന് മുമ്പേ ആ പുതപ്പൊന്ന് കൊണ്ടുവരണേ. ശീതകാലത്ത് എനിക്ക് വലിയ ആവശ്യമാണ് ആ പുതപ്പ്, നീ ഒന്ന് കൊണ്ടുവരണേ. മോനെ തീമോത്തിയോസേ, നീയും ക്രിസ്തുയേശുവിന് നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. എൻ്റെ മകനെ തീമോത്തിയോസേ, ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ നീ ശക്തിപ്പെടുക. മോനെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ ഇതാ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു, ഞാനിതാ തീരാൻ പോവുകയാണ്. എന്നാൽ എൻ്റെ നിര്യാണകാലം എടുത്തു, ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഞാനങ്ങ് തീരാൻ പോവുകയാണല്ലോ, ഇനി ഇത് ഏറ്റെടുത്ത് നടത്തേണ്ടത് നീയാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കണം കേട്ടോ. നീ വചനം പ്രസംഗിക്കണം കേട്ടോ. സമയത്ത് അസമയത്ത് ഒരുങ്ങി നിൽക്കണം കേട്ടോ. നീ നിർമ്മതനായിരിക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, തലമുറകൾക്ക് നിങ്ങൾ എന്താണ് പകർന്നു കൊടുത്തത്? നിങ്ങളുടെ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, നല്ലത്. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, വളരെ നല്ലത്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിവാഹം നടത്തി കൊടുത്തു, കൊള്ളാമല്ലോ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഒരു നല്ല വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തു, കൊള്ളാം, നല്ലത് തന്നെ. പ്രിയപ്പെട്ടവരെ, പക്ഷേ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം പ്രാപിപ്പാനുള്ള വഴി കൊടുത്തോ? ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യത്തിലെത്തേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തോ? നിങ്ങളുടെ ജീവിതം മാതൃകയാക്കി കൊടുത്തോ? അടുത്ത തലമുറയ്ക്ക് എന്താണ് നിങ്ങൾ കൊടുത്തത്? ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ ജീവിക്കാനും സമാധാനത്തോടെ മരിക്കാനും കഴിയുന്നത് ഒരു വിശ്വാസിയുടെ പദവിയാണ്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട്. സമാധാനത്തോടെ ജീവിക്കാനും സമാധാനത്തോടെ മരിക്കാനും യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ക്ഷണിക്കൂ. അടുത്ത തലമുറയ്ക്ക് യേശുവിനെ നിങ്ങൾ പകർന്നു കൊടുക്കൂ. വരുംകാല തലമുറയ്ക്ക് നിങ്ങൾ സത്യസാക്ഷ്യം കൊടുക്കൂ. മഹിമ കണ്ട സാക്ഷികളാകാൻ നിങ്ങൾക്കാർക്കെല്ലാം താല്പര്യമുണ്ട് പ്രിയരെ? വരുംകാല തലമുറയ്ക്ക് ജീവൻ്റെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി പകർത്തി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാർക്കെല്ലാം താല്പര്യമുണ്ട്? വരുംകാല തലമുറയെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ അനുഗ്രഹത്തിൻ്റെ ബന്ധാവിലൂടെ നയിക്കുവാൻ നിങ്ങൾക്കാർക്കെല്ലാം കൊതിയുണ്ട്? യേശുവിനെ വിളിപ്പീൻ. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ, അനുഭവങ്ങളുടെ സമ്പത്ത് നേടട്ടെ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തട്ടെ, യേശുവിനെ നിങ്ങൾ മഹിമ കണ്ട സാക്ഷികളായി സാക്ഷിക്കട്ടെ. പോരാ, നിങ്ങൾ ഓരോരുത്തരും വരുംകാല തലമുറയ്ക്ക് സ്വർഗീയ സാക്ഷ്യം നൽകട്ടെ. അനുഭവത്തിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യം നൽകിക്കൊണ്ട് നിങ്ങൾ ഈ തലമുറയിൽ തേജസ്സോടെ നിൽക്കുവീൻ, വിശുദ്ധിയോടെ നിൽക്കുവീൻ, ദൈവസ്നേഹത്തോടെ നിൽക്കുവീൻ, കുരിശിൻ്റെ സാക്ഷികളായി നിൽക്കുവീൻ. കുരിശിലെ സ്നേഹം അനേകർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ തലമുറയിൽ ജ്യോതിസുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾ ജ്വലിപ്പീൻ, നിങ്ങൾ പ്രകാശിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് കൊടുക്കും.
കൊടുക്കുന്നുവെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, നാഥാ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, അൻപുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, എൻ്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ഓരോ സിരകളിലൂടെയും അവിടുത്തെ ആത്മാവിനെ അവിടുന്ന് പകരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ശിരസിൽ ആവസിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. വെള്ളപ്രാക്കൾ പറന്നു വരുന്നതിനായി സ്തോത്രം. വെള്ളപ്രാവിൻ്റെ ചിറകടി കേൾക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, പ്രാവുകളെ പോലെ കുറുകുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നതിനായി സ്തോത്രം. സ്തുതിയുടെ ഭാഷ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. നാവിന്മേൽ സ്തുതി വരച്ചതിനായി സ്തോത്രം. നാവിൽ ആരാധനയുടെ സൗകുമാര്യം പകർന്നതിനായി സ്തോത്രം. എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും തഴുകണമേ, എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ. കുടുംബത്തിലേക്ക് ശാന്തി ഒഴുകണമേ, ഹൃദയങ്ങളിൽ സ്വസ്ഥത പകരണമേ. ഭാവിയെക്കുറിച്ചുള്ള മോഹന വാഗ്ദാനങ്ങൾ ഓരോരുത്തർക്കും അനുഭവ സമ്പത്താക്കി നൽകണമേ. സ്വർഗരാജ്യത്തിന്റെ അവകാശം നൽകണമേ. യേശുവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ വചനം കേട്ട് എല്ലാവരെയും ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ. മഹത്വം തിരുവേനി മാത്രം എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.